വാസ്തവത്തിൽ ഒരു പ്രതീകാത്മകമായ കരാറാണ്. ഞങ്ങളും നിങ്ങളെ, അതായത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കാൻ തയ്യാറല്ല. പാകിസ്ഥാനാണ് ഏറ്റവും വലിയ ഗുണം കിട്ടാൻ പോകുന്നത്. ഈ സൗദി അറേബ്യ ഇന്ത്യക്കെതിരായി യുദ്ധം ചെയ്യാൻ വരേണ്ടി വരും. അസിം മുനീറിന്റെ കരങ്ങൾക്ക് കൂടുതൽ ശക്തി കിട്ടും, കാരണം സേനയ്ക്ക് കൂടുതൽ ശക്തി കിട്ടും. ആണവായുധം ചോദിച്ചാൽ പാകിസ്ഥാൻ കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. സർ, ഒരു രാജ്യത്തിനെതിരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരെയുള്ളതായി കണക്കാക്കുമെന്ന വ്യവസ്ഥയടങ്ങിയ പാക് സൗദി പ്രതിരോധ കരാർ ഇന്ത്യയെ ബാധിക്കും? അല്ല, ഇതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ പാകിസ്ഥാനും സൗദി അറേബ്യയും ചേർന്ന് ഒപ്പിട്ടിരിക്കുന്ന കരാർ വാസ്തവത്തിൽ ഒരു പ്രധാന കരാർ തന്നെയാണ്, കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് മാനങ്ങളുണ്ട് ആ കരാറിന്. ആ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മൾ പറയുന്ന തരത്തിലുള്ള വലിയ ആപത്ത് ഇന്ത്യയെ സംബന്ധിച്ച് അക്കാര്യത്തിൽ ഇല്ല. വാസ്തവത്തിൽ ഒരു പ്രതീകാത്മകമായ കരാറാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അമേരിക്കയെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമായി മാറിയിരിക്കുന്നു. ആ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മറ്റ് മാർഗങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിന്റെ ഒന്നാമത്തെ ഘട്ടമെന്നുള്ള നിലയ്ക്കാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള കരാർ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇടയിലെ ഏറ്റവും ആകെയുള്ള ഒരു ആണവ ആയുധമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ ഈ ആണവ ആയുധം ഉണ്ടാക്കുന്നതിനുള്ള ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം നൽകിയ രാജ്യവും സൗദി അറേബ്യയാണ്. എന്ന് മാത്രമല്ല, സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴെല്ലാം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ താങ്ങി നിർത്തിയിട്ടുള്ള രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയിലെ പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ സൈന്യത്തെ അയച്ചുകൊണ്ട് സഹായിക്കുന്ന രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇടയിൽ ഏറ്റവും അധികം സൈനികമായി പരിശീലനമുള്ളതും സൈനികമായ കൂടുതൽ കഴിവുകളുമുള്ള രാജ്യമാണ്, ആണവ രാജ്യം കൂടിയായിട്ടുള്ള പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാന്റെ സേനയെയും പാകിസ്ഥാന്റെ സൈനിക ശക്തിയെയും ആശ്രയിക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചതിന്റെ കാരണം അതാണ്. അപ്പൊ അങ്ങനെ, അതായത് ആണവ ആയുധമുള്ള ഒരു രാജ്യവുമായി കരാർ ഉണ്ടാക്കിയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഇറാനെതിരെയും ഉള്ള സൗദി അറേബ്യയുടെ ഒരു നീക്കത്തിന്റെ ഭാഗമാണത്. ഇസ്രായേലിനെതിരെയുള്ള സൗദി അറേബ്യയുടെ നീക്കത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അമേരിക്കയ്ക്കുമുള്ള സന്ദേശമാണ്. ഞങ്ങളും നിങ്ങളെ, അതായത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കാൻ തയ്യാറല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് നിങ്ങളെ ഞങ്ങൾ ഇതുവരെ ആശ്രയിക്കുന്നു. പക്ഷെ അതിൽ നിന്ന് ഞങ്ങൾക്ക് പ്രയോജനമൊന്നുമല്ല കിട്ടുന്നത്. ഞങ്ങളുടെ സമ്പത്തും ഞങ്ങൾ കോടിക്കണക്കിന് ബില്യൺ ഡോളർ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ആയുധമാകുന്നു, അമേരിക്കയുടെ ആയുധമാകുന്നു. പക്ഷെ ഞങ്ങൾക്ക് യാതൊരുവിധ സുരക്ഷയും ലഭിക്കുന്നില്ല ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്നുൾപ്പെടെ എന്നുള്ളത് കൊണ്ട് അതിന് നൽകുന്ന ഒരു വാസ്തവത്തിലുള്ള ഒരു സന്ദേശമാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനും ഒക്കെ എതിരെ സൗദി അറേബ്യ നൽകുന്ന ഒരു സന്ദേശമാണ്, ഞങ്ങളിതാ ആണവായുധമുള്ള പാകിസ്ഥാനുമായിട്ട് കരാർ ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ളത്. തിരിച്ച് ഇപ്പുറത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, ഈ രണ്ട് ഖത്തർ ആക്രമണവും പശ്ചാത്തലത്തിലാണ് ഈ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റൊരു ആക്രമണം എന്താണ്? പാകിസ്ഥാനി ഇതുകൊണ്ടുള്ള ഗുണം എന്താ? പാകിസ്ഥാനാണ് ഏറ്റവും വലിയ ഗുണം കിട്ടാൻ പോകുന്നത്. കാരണം ഇത് പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയിട്ടാണ് ഈ കരാർ ഒപ്പിടാൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം, പഹൽഗാം ആക്രമണം വന്നപ്പോൾ ഏറ്റവും ശക്തമായിട്ട് ഈ ആക്രമണത്തെ അപലപിച്ച രാജ്യമാണ് സൗദി അറേബ്യ. ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇങ്ങനെ ഒരു ആക്രമണം, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ സൗദി അറേബ്യക്ക് നേരത്തെ പാകിസ്ഥാനെ വിമർശിച്ചതുപോലെ വിമർശിക്കാൻ കഴിയുമോ? പാകിസ്ഥാനെ വിമർശിക്കുന്നില്ല, ആക്രമണത്തെയാണ് സൗദി അറേബ്യ വിമർശിച്ചത്. ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത്, ഈ കരാറിന്റെ പ്രധാനപ്പെട്ട വാചകം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ, അതായത് ഈ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ ഈ രണ്ട് രാജ്യങ്ങൾക്കെതിരെയുമുള്ള ആക്രമണമായി അത് കാണുകയും അതിനെ അങ്ങനെ ഞങ്ങൾ നേരിടുകയും ചെയ്യുമെന്നാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വാചകം. അപ്പൊ ആ വാചകമാണ് ഇതിനകത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന വാചകം. അതുകൊണ്ട് അത് സംഭവിക്കുന്നു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ ഈ കരാർ അനുസരിച്ച് വാസ്തവത്തിൽ ഈ സൗദി അറേബ്യ ഇന്ത്യക്കെതിരായി യുദ്ധം ചെയ്യാൻ വരേണ്ടി വരും. നമുക്കറിയാം, സൗദി അറേബ്യ നേരത്തെ തന്നെയുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കരാർ പ്രകാരമുള്ള ഒരു യുദ്ധത്തിനും പോയിട്ടുള്ള രാജ്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിൽ ഇത് കണക്ക്, അതായത് 6 രാജ്യങ്ങളുള്ള ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിൽ അംഗമാണ് ഖത്തർ. ഖത്തറിനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തി, ഖത്തറിനെതിരെ നേരത്തെ ഇറാൻ ആക്രമണം നടത്തി. ഇങ്ങനെയുള്ള ആക്രമണങ്ങളൊക്കെ നടത്തിയപ്പോൾ ഒരിക്കൽ പോലും സൗദി അറേബ്യ ആ രാജ്യത്തിന് അനുകൂലമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പോയിട്ടില്ല. എന്നതുകൊണ്ട് ഈ പാകിസ്ഥാനും സൗദി അറേബ്യയും ചേർന്ന് ഇങ്ങനൊരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇന്ത്യക്കെതിരായിട്ട് സൗദി അറേബ്യ യുദ്ധത്തിന് വരുമെന്ന് ആരും വിചാരിക്കേണ്ട, അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ഒരു പക്ഷേ അവരൊരു ന്യൂട്രൽ പൊസിഷൻ എടുത്തേക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം സൗദി അറേബ്യ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ സൈനിക സഹായവും വേണമെങ്കിൽ, അതായത് ഖ്വാജ ആസിഫ് വരെയുള്ള പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കരാറിന്റെ അടിസ്ഥാനത്തിൽ ആണവായുധം ഉൾപ്പെടെ ഞങ്ങൾ വേണമെങ്കിൽ സൗദി അറേബ്യക്ക് നൽകും എന്ന്, ഈ കരാറിന്റെ ഭാഗമായിട്ട് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കയ്യിൽ ആണവായുധ ശേഷിയുണ്ട്, ഞങ്ങൾക്ക് വേണമെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയും എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറാണിത്. മറിച്ച് ഇവിടെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഗുണം പാകിസ്ഥാന് കൂടുതലാണെന്ന് പറയുന്നതിന്റെ കാര്യം പ്രധാനമായും
ഈ കരാർ ഒപ്പിട്ടുന്ന സമയത്ത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫിനോടൊപ്പം ഫീൽഡ് മാർഷൽ ആസിം മുനീർ ഉണ്ടായിരുന്നു. നമുക്കറിയാം ആസിം മുനീറാണ് അവിടുത്തെ ഏറ്റവും പ്രഗത്ഭനായ, ഏറ്റവും ശക്തനായ ഭരണാധികാരി ആസിം മുനീറാണ്. ആസിം മുനീറിന്റെ കരങ്ങൾക്ക് കൂടുതൽ ശക്തി കിട്ടും, കാരണം സേനയ്ക്ക് കൂടുതൽ ശക്തി കിട്ടും, സേനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടും, സേനയ്ക്ക് കൂടുതൽ സമ്പത്ത് കിട്ടും സൗദി അറേബ്യയിൽ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ശേഷി കൊണ്ടാണ് ഈ കരാറിൽ ഒപ്പിടാൻ കഴിഞ്ഞത് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവിടുത്തെ ഭരണത്തിൽ കൂടുതൽ എന്താണ് ഇൻഫ്ലുവൻസ് ചെലുത്താനായിട്ട് ആസിം മുനീർ പട്ടാള ഭരണകൂടത്തിന് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പാകിസ്ഥാന്റെ സേന കൂടുതൽ ശക്തിപ്പെടുകയും അതിലൂടെ അവർക്ക് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനുള്ള കഴിവ് നേടുകയും ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇത്. എന്ന് മാത്രമല്ല, ഇന്ത്യക്കെതിരായിട്ട് ഞങ്ങളിപ്പോ സൗദി അറേബ്യയായിട്ട് കരാർ ഉണ്ടാക്കിയിരിക്കുന്നു, അതുകൊണ്ട് സൗദി അറേബ്യ ഇനി ഞങ്ങളോടൊപ്പം നിൽക്കും എന്ന് വരുത്തി തീർക്കാൻ കഴിയും. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കുമ്പോൾ ഈ സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിൽ വളരെ ശക്തമായ ബന്ധമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. 2016 അവിടുത്തെ സൗദി അറേബ്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് അവിടുത്തെ ഏറ്റവും പരമോന്നതമായ സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചു. എന്ന് മാത്രമല്ല, ഇന്ത്യയും സൗദി അറേബ്യ തമ്മിലുള്ള വ്യാപാരം തന്നെ ഏതാണ്ട് $42 ബില്യൺ വ്യാപാരം നടക്കുന്ന രാജ്യമാണ്. അതേസമയം പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള വ്യാപാരം വെറും $4 ബില്യൺ. അതായത് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള വ്യാപാരത്തിന്റെ 10 ഇരട്ടി വ്യാപാരം ഈ ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുണ്ട്. ആ തരത്തിൽ വളരെ ശക്തമായ അല്ലാതെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ഇക്കണോമിക് കോറിഡോർ പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള വ്യാവസായിക ബന്ധങ്ങൾ ശക്തമായി നിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് ഈ പാകിസ്ഥാനും ഇന്ത്യയും ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ സൗദി അറേബ്യ വരാനൊന്നും പോകുന്നില്ല. അങ്ങനെ വരാനുള്ള ഈ അപ്രായോഗികതയുള്ള നേതാവല്ല മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഇതിപ്പോ ഈ കരാറിൽ ഒപ്പിട്ടതിന് പുറമെ തന്നെ ഈ വാർ എന്ന് പറയുന്ന ബോബ് വുഡ്വാർഡ് എന്ന് പറയുന്ന അമേരിക്കൻ എഴുത്തുകാരൻ, പത്രപ്രവർത്തനായിട്ടുള്ള ആൾ എഴുതിയ പുസ്തകത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഈ മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്കയുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായിട്ടും അതായത് ഇവർക്ക് ആണവ ശേഷി വർദ്ധിപ്പിക്കണം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഒരു ചർച്ച ലിൻസി ഗ്രഹാം എന്ന് പറയുന്ന സെനറ്ററുമായിട്ട് ചർച്ച നടത്തിയതിനെ കുറിച്ച് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം സംസാരിക്കുകയാണ്, ഞങ്ങൾക്ക് ആണവ ശേഷി വർദ്ധിപ്പിക്കാൻ, ന്യൂക്ലിയർ എനർജി വർദ്ധിപ്പിക്കാൻ, എനർജി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വർദ്ധിപ്പിക്കാനുള്ള അവസരം തരണം എന്ന് പറയുമ്പോൾ ലിൻസി ഗ്രഹാം അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് ഉപയോഗിച്ച് ആണവായുധം ഉണ്ടാക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ ഈ മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്ന ഒരു മറുപടിയുണ്ട്. മുഹമ്മദ് ബിൻ സൽമാൻ പറയും, ഞങ്ങൾക്ക് ഇതുകൊണ്ട് ആണവായുധം ഒന്നും ഉണ്ടാക്കണ്ട, ഞങ്ങൾക്ക് ആണവായുധം വേണമെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനെ തുറന്നെങ്കിൽ വാങ്ങിച്ചോളാം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം അങ്ങനെ ഈ പാകിസ്ഥാനിന് ഈ ആണവ ആയുധം ഉണ്ടാക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകിയ രാജ്യമാണെന്നുള്ളതുകൊണ്ട് അവരുമായിട്ടുള്ള ഓബ്ലിഗേഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആണവായുധം ചോദിച്ചാൽ പാകിസ്ഥാൻ കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. അപ്പൊ ആ തരത്തിൽ ഈ പറഞ്ഞ തരത്തിൽ ഈ കരാർ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന കരാർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രാജ്യത്തിനെതിരെ ആക്രമണം നടത്തിയാൽ 2 രാജ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണമായി കരുതി ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുമെന്ന് പറയുന്ന വാചകമുണ്ടെങ്കിലും ഈ വാചകമൊന്നും ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാകാൻ പോകുന്നില്ല. 2 രാജ്യങ്ങൾക്കും, അതായത് ഞങ്ങൾക്ക് ആണവായുധം ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ സൗദി അറേബ്യ സഹായിക്കും. ഈ പാകിസ്ഥാൻ സൗദി അറേബ്യയുമായിട്ട് ഞങ്ങൾ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ പാകിസ്ഥാനെ സഹായിക്കും. പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ട് നടക്കാൻ പോകുന്ന കാര്യം, പാകിസ്ഥാന്റെ സൈന്യത്തിന് കൂടുതൽ ശക്തിയും ഇൻഫ്ലുവൻസും പാകിസ്ഥാൻ ഭരണകൂടത്തിൽ ലഭിക്കുമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.